ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വന്ദേ ഭാരതിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ വന്നിട്ടാണ് ഇത്. ട്രിവാൻഡ്രത്ത് നിന്ന് കണ്ണൂരേക്കായിരുന്നു നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. പുലർച്ചെ 5 മണിക്കായിരുന്നു ട്രെയിൻ പുറപ്പെടുന്ന സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടൈം ആയപ്പോഴത്തേക്കും ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ട്രെയിൻ വന്നതിന് ശേഷം ട്രെയിനകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. 2 ടൈപ്പിലാണ് ഇതിൽ സീറ്റിംഗ് ഒക്കെ വരുന്നത്. ഒന്ന് ചെയർ കാർ, പിന്നെ ഒന്ന് എക്സിക്യൂട്ടീവ് ചെയർ കാർ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതാ ട്രെയിനകത്ത് കയറിയിട്ടുണ്ട്. നമ്മൾ എക്സിക്യൂട്ടീവ് ചെയർ കാറായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സീറ്റ് നമ്പറൊക്കെ നോക്കിയിട്ട് നമ്മൾ സീറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഡോറൊക്കെ ക്ലോസ്ഡ് ആയിട്ടുണ്ട്. എല്ലാം ഓട്ടോമാറ്റിക്കാണ്. നമുക്കെല്ലാം സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട്. മോർണിംഗ് 5 o'clock ആയതുകൊണ്ട് തന്നെ നമ്മളാരും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മര്യാദക്ക് വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോ ഉറക്കക്ഷീണത്തിലാണ് ഉള്ളത്. അപ്പോൾ ഭയങ്കര സ്മൂത്തായിട്ടാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുലുക്കോ ഒന്നുമില്ല. ഭയങ്കര സുഖമായിട്ടുള്ള യാത്രയാണ്. നമ്മുടെ കാലൊക്കെ നീട്ടി ഇങ്ങനെ കംഫർട്ടബിളായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സുഖമായിട്ട് ഇരുന്നിട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇത് ആദ്യത്തെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. കൊല്ലം സ്റ്റേഷനിൽ വളരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര സ്പീഡിലൊക്കെ പോകുന്നുണ്ട് നമുക്ക് ആ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവർ നമുക്ക് ഓരോരുത്തർക്കും ഫ്ലവേഴ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല കളർഫുൾ പൂക്കളൊക്കെ തന്നിട്ട് വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ട്രെയിനിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് ഒക്കെ ഞാൻ ഏട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഒരു സ്റ്റാഫ് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ തന്നെ ചായയും അതുപോലെ ഒരു ബിസ്ക്കറ്റും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ മിക്സ് ചെയ്ത് കുടിച്ചു. നല്ല ചായയായിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് ലൈറ്റൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സീറ്റിൽ തന്നെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകെ നല്ലൊരു സൺറൈസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഒരു സംഭവം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലേക്സ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു അതായിരിക്കും മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. അപ്പോൾ അതാ കോൺഫ്ലേക്സിൻ്റെ ഒരു പാക്കറ്റും അതുപോലെ ഹണീൻ്റെ ഒരു ചെറിയ പാക്കറ്റും കൂടിയാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ ചൂട് പാലൊക്കെ ബൗളിൽ കൊണ്ടുവന്ന് ഒഴിച്ച് തന്നു. പിന്നെ നമ്മൾ കോൺഫ്ലേക്സും തേനൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങ് കഴിച്ചു. പുതിയതായിട്ട് വന്ദേ ഭാരത് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഇതിലൊന്ന് യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഒത്തിരി പേര് നല്ല റിവ്യൂസൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. റിവ്യൂസൊക്കെ നോക്കുമ്പോൾ എക്സിക്യൂട്ടീവ് ചെയർ കാർ ആയാലും നോർമൽ ചെയർ കാർ ആയാലും രണ്ടിലും യാത്ര ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ എക്സിക്യൂട്ടീവ് ചെയർ കാർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സീറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ചെയറിൻ്റെ അടിയിലും ഇതുപോലെ പ്ലഗ് പോയിന്റ്സ് ഉണ്ട്. സീറ്റിനോട് ചേർന്നിട്ടുള്ള ടേബിളൊക്കെ ഇതുപോലെ സീറ്റിൻ്റെ നടുവിലാണ് വരുന്നത്. ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. അല്ലാത്തപ്പോൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. എല്ലാ സീറ്റിൻ്റെ അടിയിലും ഇതുപോലെ ബോട്ടിലൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ഡീറ്റെയിൽസും ഇതുപോലെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഒരു വലിയ സ്ക്രീൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പം മുട്ടക്കറി ആയിരുന്നു കേട്ടോ. പിന്നെ ഇടിയപ്പത്തിൻ്റെ സൈഡിലായിട്ട് കുറച്ച് കേസരി ഉണ്ടായിരുന്നു. പിന്നെ കൂടെ പഴം, അതുപോലെ ഉഴുന്നുവട, പിന്നെ ഒരു ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു ബിസ്ക്കറ്റ്, പിന്നെ വൈപ്പ്, സാനിറ്റൈസർ, ഇതൊക്കെയായിരുന്നു ആ ഒരു ട്രെയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ദേ ഭാരതിലെ ഫുഡ് കൂടുതൽ പേരും നല്ല റിവ്യൂ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു അടിപൊളിയാണെന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറക്കമൊക്കെ എഴുന്നേറ്റിന് ശേഷം വീണ്ടും ഒരു ചായക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഉടനെ തന്നെ കൊണ്ടുവന്ന് തന്നു. അപ്പോഴത്തേക്ക് ഏതെൻകുട്ടിനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഏതെൻകുട്ടിന് വേണ്ടിയിട്ട് ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ബാഗിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റിട്ട് അവൻ അതൊക്കെയാണ് ഇട്ടാ കൊടുത്തത്. അങ്ങനെ ട്രെയിൻ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിർത്തുന്ന സ്റ്റേഷൻസിലൊക്കെ 1 to 2 minutes ഒക്കെ നിർത്തിയിടുന്നുള്ളൂ. പിന്നെ അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ട്രെയിനിനകത്ത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് സൈലൻ്റ് ആയിരുന്നു കേട്ടോ ട്രെയിനിനകത്ത്. അതുകൊണ്ട് തന്നെ ഉറങ്ങാനും എല്ലാത്തിനും പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂ ഉള്ള ഏരിയ ഒക്കെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ സീറ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വിൻഡോക്ക് ഓപ്പോസിറ്റായിട്ട് ഇരുന്നിട്ടാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇടയ്ക്ക് വെച്ച് ഏതെൻകുട്ടൻ ഇറങ്ങി നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഇരുന്നിരുന്ന് ബോറടിച്ച്. നോർമൽ ട്രെയിനിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ വന്ദേ ഭാരത് എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സർവീസ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. വാഷ്റൂമും കാര്യങ്ങളും ഒക്കെ മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദമാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിലും ഉപരി ട്രെയിൻ കറക്റ്റ് ടൈമിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. യാതൊരു ഡിലേയും കാര്യങ്ങളും ഒന്നുമില്ല. അതാണ് എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.